ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും എടുക്കാം, എൻ്റെ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി അത്യാവശ്യം നല്ല മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അരിഞ്ഞതിട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിന് നേന്ത്രപ്പഴം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആവശ്യമായ സാധനം എന്ന് പറയുന്നത് റവയാണ്. ഇവിടെ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ആ നെയ്യിലിട്ട് ഈ റവ ഒന്ന് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോഴേക്കും ഈ റവയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അതിൻ്റെ ഒപ്പം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തന്നെയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ കുറവ് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല വെന്ത് വരണം. ഇതിലേക്ക് നമുക്ക് സ്പൈസസിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നേന്ത്രപ്പഴവും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി മധുരം എല്ലാം ഇതിൻ്റെ അകത്തേക്ക് പിടിക്കണം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പീനട്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഇവിടെ തയ്യാറായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.